ഒരു സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള വ്യത്യാസം അവിടെ ഇല്ലാന്ന് എനിക്കുന്നു. കാരണം ഈ AMM എന്ന് പറഞ്ഞ സംഘടനയുടെ വ്യവസ്ഥ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 30 വർഷമായിട്ടുള്ള ഒരു സ്ട്രക്ചറൽ റോട്ട് അതിലുണ്ട്. അത് വളരെ കൃത്യമായിട്ട് പേട്രിയാർക്കലായിട്ട് നിലനിൽക്കുന്നത്, നിരന്തരമായിട്ട് ഹണ്ടേഴ്സിന്റെ ഇരപിടിയന്മാരുടെ കൂടെ നിലനിൽക്കുന്നതുമായിട്ടൊരു സംഘടനയാണ്. അവർ തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ക്ലബ്ബ് പോലെ നിൽക്കുന്നതാണ്, ഇതൊരു യൂണിയൻ അല്ല. അപ്പൊ യൂണിയനിൽ നിന്ന് ഒരു വരുന്ന ഒരു അഡ്വക്കസി ഒരിക്കലും നമ്മൾ AMMയിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. രണ്ട്, ഇവര് ഇതിനു മുമ്പേ പറഞ്ഞിട്ടുള്ള, ഈ സ്ത്രീകൾ ഭരണത്തിൽ വരുന്നതിന് മുമ്പേ ഉള്ള ആ ഇലക്ഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അതായത് അങ്ങനെ അല്ല, ഞങ്ങൾ സ്ത്രീകളെ മാനിക്കുന്നതാണ്, റെസ്പെക്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ ഘോരഘോരം അവരന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമയത്ത് സ്ത്രീകൾ അതിന്റെ തലപ്പത്ത് വന്നാലും കേവലമായിട്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ള റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ടോക്കൺ റെപ്രസെന്റേറ്റീവ്സ് മാത്രമായിട്ട്, ടോക്കനുകളുടെ പ്രത്യേകതയാണല്ലോ അവർ സംസാരിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ കുറെ സംസാരിക്കുന്ന സ്ത്രീകൾ അതിൽ വന്നപ്പോൾ, അതിപ്പോ ശ്വേത ആണെങ്കിലും ശരി, അൻസിബ ആണെങ്കിലും ശരി, അതിൽ സംസാരിക്കുന്ന സ്ത്രീകൾ വന്നപ്പോൾ അത് ആ സിസ്റ്റത്തിലെ വൈറസ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ വൈറസിനെ പുറന്തള്ളുക മാത്രമേ സിസ്റ്റത്തിന് പറ്റുള്ളൂ. ഇവിടെ പ്രകാശ് ബാരെ കുറെ കൂടെ ജനറസ് ആയിട്ടൊരു സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്, അവസാനത്തെ ബസ്സാണെന്ന്. എന്റെ ഒരു കാഴ്ചപ്പാടിൽ അവസാനത്തെ ബസ്സും പോയി കഴിഞ്ഞൊരു സംഘടനയാണിത്. കാരണം കാലത്തിനനുസരിച്ച് ഒട്ടും മാറാത്ത, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഞാനൊരു യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന ഒരാളാണ്. നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും അത് കേരളം പോലൊരു ജെൻഡർ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇത്രയധികം സ്ത്രീകൾ, സംസാരിക്കുന്ന സ്ത്രീകൾ വന്നിട്ടുള്ള ഒരു ജനറേഷണൽ ഷിഫ്റ്റിന്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഫീമെയിൽ വിസിബിലിറ്റിയും പ്രസൻസും ഇത്ര അധികമായിട്ട് സ്ത്രീകളുടെ ഏജൻസി പ്രകടമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോഴും ഒരു സ്ത്രീക്ക് വന്നിട്ട്, തലപ്പത്ത് 1 വർഷം ഇരുന്ന ഒരു സ്ത്രീക്ക് വന്നിട്ട് എനിക്ക് പാവയാകാൻ ഞാൻ വിസമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് വെളിയിലിറങ്ങി വരേണ്ടി വരുന്നത്. അതിനോടൊപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, ഈ സ്ട്രക്ചറൽ റോട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു എക്കോസിസ്റ്റം നിലനിർത്തിയിട്ട് അതിന്റെ ഒരു ഏറ്റവും കീ പൊസിഷനിൽ ഒരു സ്ത്രീ വരുന്നത് കൊണ്ട് ഒരു ചേഞ്ച് വരില്ല. ആ സ്ത്രീ ഒരു സ്കേപ്പ് ഗോട്ടായി മാറുകയെ സാധ്യമുള്ളൂ. കാരണം എന്താ, ബാക്കി എല്ലാ എക്കോസിസ്റ്റം മുഴുവൻ ഈ സ്ത്രീക്കെതിരെ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഈ സ്ത്രീയെ ഇൻകേപ്പബിൾ ആയി ചിത്രീകരിക്കാനും ഇൻഎഫീഷ്യന്റ് ആയിട്ട് ചിത്രീകരിക്കാനും ഭരണപാടവം ഇല്ലാത്തവളായി ചിത്രീകരിക്കാനും, അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്ത്രീകളെ ചിത്രീകരിക്കാനും നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതിന്റെ എന്താണ്, അതിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 45 ദിവസം ശ്വേത ചോദിക്കുകയാണ്, ഈ 45 ദിവസം കൊടുക്കുന്നതിന് എന്താണ് ഇഷ്യൂ? 1 വർഷമല്ല ആയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ 30 വർഷവും എത്രയോ ടേംസ് ഇരുന്ന ആണുങ്ങളോട് കാണിച്ച ജനറോസിറ്റി എന്താണ് ഈ ജനറൽ ബോഡി മെമ്പേഴ്സും അതിലെ കീ പ്ലെയേഴ്സ് ആയിട്ടുള്ളവർ ഈ സ്ത്രീകൾക്ക് കൊടുക്കാത്ത? അവർ 1 വർഷമേ ആയിട്ടുള്ളൂ ഇതുവരെ അധികാര പൊസിഷൻസിലോ മേജർ ഓർഗനൈസേഷന്റെയോ ഹെഡിൽ ഇരുന്നിട്ടുള്ള, പവർ ഈൽഡിംഗ് പൊസിഷനിൽ ഇരുന്നിട്ടുള്ള, ഭരണപാടവം ഇല്ലാത്ത